ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദാനന്ദന ജയോ വ്രജ ജനരഞ്ജന ജയോ യശോദാനന്ദന ജയോ വ്രജ ജനരഞ്ജന ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ച ബിഹാരി ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗുണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗദാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति सिद्धांत सरस्वती नामिने
शिवाशवानवी देवी दयिताय कृपाब्धि कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानुगभक्तिदा श्रीगौरकरुणा शक्तिविग्रहाय नमोस्तुते नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुगविग्रहसिद्धान्तधारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजायते नमः नमो भक्तिविनोदाय सच्चिदानन्दनाम्ने गौरशक्तिस्वरूपाय रूपानुगवराय ते गौराविर्भावभूमेस्तं निर्देशसज्जनप्रिया वैष्णवसर्वभौम श्रीजगन्नाथाय ते नमः नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य आमने गौरत्वसे नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते जयतां सुरतो पङ्गोर्मम मन्दमतेर्गतिमत्सर्वस्वपादाम्बुजो राधामदनमो दिव्यद्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेव पृष्ठारभिः सेव्यमानो स्मरामि श्रीमण्डासरसारम्भी वंशीवरत्तटस्थितकर्षन्वेणुस्वनेन गोपिर्गोपीनाथश्रीस्तु तप्तकाञ्चन गौराङ्गिराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे मूगं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യവിഷ്ണും ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് സത്സംഗത്തിലേക്ക് കിടക്കാം. കൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം, ഇതിലെ ബ്രഹ്മസ്തുതി, അതാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കുറേ ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്, പക്ഷെ എന്നാലും അത് ഒന്നുകൂടെ ആവർത്തിച്ചെടുക്കുകയാണ്. ബ്രഹ്മദേവൻ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നതിന് ശേഷം ബ്രഹ്മദേവൻ ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഭഗവാന്റെ രൂപം ഭൗതിക രൂപമല്ല, ആധ്യാത്മിക രൂപമാണ് എന്ന് പറയാം. അന്നേരം ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഭഗവാന്റെ ശരീരം ഭൗതികമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തെ സൃഷ്ടിച്ച ആ ബ്രഹ്മദേവൻ തന്നെ പറയുകയാണ്, അങ്ങയുടെ ശരീരം ആധ്യാത്മികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടി ആരംഭിച്ചിട്ടില്ല. ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മദേവൻ വന്നതിന് ശേഷം ബ്രഹ്മദേവൻ എങ്ങനെ സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ സൃഷ്ടി നടത്തണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ഭഗവാനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഏതു ത്വദീയ ചരണാംബുജകോശഗന്ധം, അങ്ങയുടെ ചരണാംബുജത്തിൽ നിന്ന് വരുന്ന ആ കോശഗന്ധം, ആ തൃപാദത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കോശഗന്ധം, ജിഗ്രന്ഥി കർണ വിവരൈ ശ്രുതിവാദനിത്തം. അന്നേരം ബ്രഹ്മദേവൻ പറയുന്നു, ചെവിയല്ല യഥാർത്ഥത്തിൽ, ഒരു നാസികയാണ്, മൂക്കാണ്. എന്നിട്ട് അങ്ങയുടെ തൃപ്പാദത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ, വിവരണങ്ങൾ വേദങ്ങളിൽ, അതെല്ലാം ഒരു സുഗന്ധമാണ്. എൻ്റെ ചെവിയുടെ ഉള്ളിൽ ഒരു സുഗന്ധം പോലെ. ചെവി അപ്പോൾ ഒരു ചെവിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ശബ്ദമല്ല കയറുന്നത്, അതിമനോഹരമായിട്ട് ഞാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഗന്ധമാണ് ഉള്ളിലോട്ട് കയറിപ്പോകുന്നത് എന്നാണ് പറയുന്നത്.
അന്നേരം അങ്ങയുടെ തൃപ്പാദത്തെ ആശ്രയിക്കുന്ന ആ തൃപ്പാദത്തിന്റെ ഗന്ധം വേദശബ്ദങ്ങളിലൂടെ ചെവിയിൽ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ, അവർക്ക് മാത്രമേ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്നും അങ്ങ് ഒരിക്കലും പുറത്തു പോകുന്നില്ല എന്നാണ് പറയുന്നത്. അന്നേരം ഇവിടെ പ്രഭുപാദജിയും പറയുന്നു, പരിശുദ്ധ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ തൃപ്പാദം അല്ലാതെ വേറൊരു ആശ്രയമില്ല, അവർക്ക് അതിൽ കൂടുതലായിട്ടൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ തു എന്ന് പറയുന്നത്. തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഏതു ത്വദീയ ചരണാംബുജ കോശഗന്ധം, അങ്ങയുടെ തൃപ്പാദ ഗന്ധം, അതല്ലാതെ വേറൊന്നിലും താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇതിനെക്കുറിച്ച് അതിമനോഹരമായിട്ട് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഒരു കഥ പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാലേ, ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് മീനിന്റെ കൊട്ട, മീൻ വിൽക്കുന്ന കൊട്ടയില്ലേ, അത് അടുത്ത് വെച്ചിട്ടാണ് ആള് ഉറങ്ങുന്നത്. ഉറങ്ങുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മീൻ വിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ആ മീനിന്റെ ഗന്ധം, അത് കാരണം ഉറക്കം കിട്ടുന്നില്ല. പിന്നെ കുറെ വർഷമായി മീൻ കച്ചവടമൊക്കെ ചെയ്തു അവസാനം എങ്ങനെയൊക്കെയോ കുറെ കാശ് റെഡിയായി. കാശ് ശരിയായതിനു ശേഷം ആള് മീൻ കച്ചവടമൊക്കെ നിർത്തി. നല്ല റൂമും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അകത്ത് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. എന്താണ്? ആ മീനിന്റെ ഗന്ധം ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. അന്നേരം പിന്നെ ആളെന്ത് ചെയ്തു, ആ പഴയ കൊട്ട എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തു. എന്നിട്ട് അതിൽ കുറെ മീനെ ഇട്ടു. എന്നിട്ട് ആ മീനെടുത്ത് കളഞ്ഞു. എന്നിട്ട് അത് തലഭാഗത്ത് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇവിടെ പറയുന്നു അങ്ങയുടെ തൃപ്പാദത്തിന്റെ ഗന്ധത്തെ ആസ്വദിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങയെ എപ്പോഴും സ്മരിക്കാൻ കഴിയൂ, അങ്ങയെ ഒരിക്കലും മറക്കാതിരിക്കാൻ കഴിയൂ. അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു? കാരണം ഈ ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മീൻ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ദുർഗന്ധം അനുഭവിച്ച് ശീലമായതുകൊണ്ട് ദുർഗന്ധമില്ലാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ആ ദുർഗന്ധം ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല. ദുർഗന്ധത്തെയാണ് ആ വ്യക്തി ആസ്വദിക്കുന്നത്. അതേപോലെ ഭക്തർക്ക് സുഗന്ധം, ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം ആസ്വദിക്കാനാണ് ഇഷ്ടം. മനസ്സിലായില്ലേ? അന്നേരം ചിലവർക്ക് ദുശീലങ്ങൾ അങ്ങ് ശീലമായതുകൊണ്ട് ഈ മീനിന്റെ സ്മെല്ല് കിട്ടിയാലേ പറ്റൂ എന്ന് പറയുന്ന പോലെ പ്രവർത്തികൾ ചെയ്ത് ശീലമായതുകൊണ്ട് ഈ മീൻ കച്ചവടക്കാരന്റെ കാര്യം പറഞ്ഞതുപോലെ ആ മീൻ കൊട്ട അടുത്തുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റൂ. മനസ്സിലായില്ലേ? പക്ഷെ ഒരു വളരെ ശുദ്ധിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് ആ ദുർഗന്ധത്തെ സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ സത്സംഗത്തിലുള്ള ഭക്തർ തുടക്കത്തിലേക്ക് മത്സ്യമാംസാദികൾ കഴിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന്റെ ഗന്ധം അടിക്കുമ്പോഴേ വല്ലാത്തൊരു എപ്രാളം ഓർക്കാനൊക്കെ വരുന്നതാണ്. കാരണം എന്താ? ആ സത്വഗുണം വർദ്ധിച്ചു. നമ്മൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലായിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള താഴ്ന്ന സുഖഭോഗങ്ങളിൽ ഒരു രുചി, ഇന്നലെ നമ്മൾ രുചിയെക്കുറിച്ച് പഠിച്ചിരുന്നു. രുചി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി തന്നെ, സ്വാദ്, ആസ്വാദനം. അന്നേരം നമ്മൾ നമ്മുടെ ചില വ്യക്തികളോട് നമ്മൾ നാമം ജപിക്കുന്നതിനെ കുറിച്ചും സത്സംഗം കേൾക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിൽ ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിലവർക്ക് സ്വാദില്ല. എന്തുകൊണ്ട് സ്വാദില്ല? ഗുണങ്ങൾ വളരെ താഴ്ന്ന ഗുണങ്ങളാണ്. സത്വഗുണത്തിന്റെ അഭാവം. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഇരിക്കുന്ന വ്യക്തികൾക്ക് സാത്വിക ചിന്തകൾ വരത്തില്ല. രജോ ഗുണത്തിലുള്ള വ്യക്തികളുടെ മനസ്സെപ്പോഴും ഇന്ദ്രിയ ആസ്വാദനം, അതിലായിരിക്കും താല്പര്യം. എങ്ങനെ സുഖഭോഗങ്ങൾ അനുഭവിക്കാം,
എങ്ങനെ സുഖിച്ചർമ്മതിച്ച് ജീവിക്കാം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് മൃഗതുല്യമായിട്ടുള്ള ജീവിതമാണ്. അതിൻ്റെ അർത്ഥം സാത്വിക ജീവിതത്തിൽ സുഖമില്ല എന്നല്ല, അത് ഉയർന്ന ആസ്വാദനമാണ്. ആസ്വാദനം 3 തരത്തിലുണ്ട്. തമോ ഗുണത്തിലുള്ള ആസ്വാദനം, രജോ ഗുണത്തിലുള്ള ആസ്വാദനം, സത്വഗുണത്തിലുള്ള ആസ്വാദനം, അതിനും അപ്പുറത്തായിട്ട് വിശുദ്ധ സത്വ ആസ്വാദനം. 4 തരത്തിലാണ്. അന്നേരം തമോ ഗുണത്തിലുള്ള ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസമായിട്ടിരിക്കുക, ഉറങ്ങുക, ഒന്നും ചെയ്യാതിരിക്കുക, വെറുതെ ഇരുന്ന് സമയം കളയുക, കള്ളു കുടിക്കുക, മത്സ്യമാംസാദികൾ കഴിക്കുക, മറ്റുള്ളവരെ ദ്രോഹിച്ച് കള്ള് കഞ്ചാവ് അടിക്കുക, ഇങ്ങനെ ലഹരിയിൽ മുങ്ങിയിരിക്കുന്ന ജീവിതം, അതാണ് അതിലൂടെ കാണുന്ന ആസ്വാദനം. അതിനെയാണ് തമോ ഗുണത്തിലുള്ള ആസ്വാദനം എന്ന് പറയുന്നത്. രജോ ഗുണത്തിലുള്ള ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പ്രശസ്തിയുടെ പുറകെ ഓടുക, അംഗീകാരങ്ങൾ, അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ, അതിലൂടെ ലഭിക്കുന്ന ആസ്വാദനം, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം, അംഗീകാരം, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നു. പിന്നെ ഇന്ദ്രിയ ഭോഗങ്ങൾ, ഒരു നല്ല രുചിയുള്ള ഭക്ഷണം രുചിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ കണ്ണിന് ഏറ്റവും കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നു, അവരെക്കുറിച്ചുള്ള പുകഴ്ത്തുകൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ അവരെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് രജോ ഗുണത്തിലുള്ള ആസ്വാദനത്തെ ആസ്വാദനമായിട്ട് കാണുന്ന വ്യക്തികളാണ്. ഇനി സത്വഗുണത്തിലുള്ള ആസ്വാദനമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെപ്പോഴും സാത്വിക കാര്യങ്ങളിലായിരിക്കും ആസ്വാദനം. മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് നന്മ ചെയ്യുമ്പോൾ അവർക്കൊരു ആസ്വാദനമാണ്. പിന്നെ ഭഗവത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സത്സംഗം കേൾക്കുമ്പോൾ, സത്സംഗം എടുക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ, കീർത്തനം ചെയ്യുമ്പോൾ അതിലൂടെ ഒരു ആസ്വാദനം കണ്ടെത്തുന്നു. അതിനെയാണ് സാത്വിക ആസ്വാദനം എന്ന് പറയുന്നത്. അന്നേരം വിശുദ്ധ ആസ്വാദനം എന്തുമായിരിക്കും? അതുക്കും മേലെ അതെന്തുമായിരിക്കും? ഭഗവാൻ ആസ്വാദനം നൽകുന്നു. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ജപിക്കുന്നു? അതിൽ കുറച്ചെങ്കിലും ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ടാണ്. അതിൽ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ജപിക്കാൻ താല്പര്യം കാണത്തില്ല. നമുക്കൊരു ആസ്വാദനം ഉണ്ടായതുകൊണ്ട്, അന്നേരം നമ്മുടേതായിട്ടുള്ളൊരു സ്വാർത്ഥത സാത്വിക ആസ്വാദനത്തിലുണ്ട്. പക്ഷെ വിശുദ്ധ സത്വ ആസ്വാദനത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ചല്ല ചിന്തിക്കുക, ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. സൂപ്പർ അല്ലേ? ഭഗവാന്റെ ആസ്വാദനത്തിന് വേണ്ടി ഭഗവാന്റെ ആസ്വാദനം നമ്മുടെ ആസ്വാദനമായിട്ട് കാണുന്നു. അത് മുക്താവസ്ഥയാണ്. അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ, വിശുദ്ധ സത്വം. അന്നേരം നമ്മൾ സത്വഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും മുക്തിയിലേക്ക് എത്തിയ ഒരവസ്ഥ. അത് നമുക്ക് ആർട്ടിഫിഷ്യലി ഇമാജിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ആ ക്രമേണ നമ്മൾ അതിലേക്ക് ഉയർന്നേ പറ്റൂ. ഉദാഹരണത്തിന് നല്ല കള്ളുകുടിയനാണെങ്കിൽ, ഒരുപാട് കള്ളുകുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് കള്ളുകുടി നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം എന്താ ചെയ്യുന്നത്? ക്രമേണ കള്ളുകുടി നിർത്തി പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പുറത്തു. അതേപോലെ തമോ ഗുണത്തിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ക്രമേണ നമ്മൾ ഉയർന്ന് ആദ്യം സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. രജോ ഗുണത്തിൽ നിൽക്കുന്നത് ഡേഞ്ചറസ് ആണ്. എന്നിട്ട് ഇതെങ്ങനെയാണ് ഈ രജോ ഗുണത്തിൽ നിൽക്കുന്നത്? തമോ ഗുണം എന്ന് പറഞ്ഞാൽ അലസത, മാറ്റിവെക്കുക കാര്യങ്ങളെ. ഇന്ന് വേണ്ട, പിന്നെ ചെയ്യാം, ഇപ്പം വേണ്ട, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, വേണ്ട പിന്നെ ചെയ്യാം, ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം, അതാണ് തമോ ഗുണം. രജോ ഗുണത്തിൽ എന്താണ്? എപ്പോഴും ഇങ്ങനെ വിരുവിരുത്തി ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. എന്ത് കിട്ടും, എനിക്കിവിടെ എന്ത് കിട്ടും, മറ്റുള്ളവരെ ബഹുമാനിക്കും, ഇങ്ങനെ ഇരിക്കും. എന്നാലും തമോ ഗുണത്തിനെക്കാട്ടിയും ബെറ്റർ രജോ ഗുണമാണ് തീർച്ചയായിട്ടും. പക്ഷെ രജോ ഗുണത്തിൽ നിന്നും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് തമോ ഗുണത്തിൽ വീഴാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അതായത് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിന് ശേഷം അതിന് അംഗീകാരവും ബഹുമതിയും കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാം മതി, എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തായി, ഒന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനി പോലും ഒന്നും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷെ സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം കിട്ടിയാലും ഇല്ലെങ്കിലും പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കും.
പക്ഷെ സത്വഗുണത്തിൽ നിൽക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളും ഭഗവാന് വേണ്ടി ചെയ്തെങ്കിൽ മാത്രമേ ആ സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ. അല്ലാതെ നിസ്വാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഒടുവിൽ വീഴും, ഒരു ദിവസം വീഴും. സത്വഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്ക് വീണ് പിന്നെ തമോ ഗുണത്തിലേക്ക് പോകും. ഉദാഹരണത്തിന് പല പല സാമൂഹിക സേവനം ചെയ്യുന്ന വ്യക്തികളൊക്കെ, അവരൊക്കെ ചിലപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കാത്ത വ്യക്തികളായിരിക്കാം, കൂടുതലും അങ്ങനെയാണ്. പിന്നെ നാമം ജപിക്കാത്ത വ്യക്തികളായിരിക്കാം. അതിന് അവരെപ്പോഴും നിസ്വാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആ ഒരു സംഘടന തുടങ്ങുന്നത്. പക്ഷേ അവർ മെല്ലെ മെല്ലെ അതിൽ നിന്നും രജോ ഗുണത്തിലേക്ക് മാറും. അംഗീകാരം, പ്രശസ്തി, എൻ്റെ ഓർഗനൈസേഷനെ എല്ലാവരും അറിയണം, ഞാൻ ചെയ്യുന്ന സാമൂഹ്യ സേവനം എല്ലാവരും അറിയണം എന്നൊരു നിർബന്ധത്തിലേക്ക് അവർ തിരിയും. കാശ്, പേര്, പ്രശസ്തിയിലേക്ക് അവർ തിരിയും എന്നുള്ളതാണ്. രജോ ഗുണത്തിലേക്ക് ഷിഫ്റ്റ് ആവും. എന്നിട്ട് അതിലെവിടെയെങ്കിലും ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ തമോ ഗുണത്തിലേക്ക് എല്ലാം നിർത്തിയിട്ട് ഒറ്റ പോക്കായിരിക്കും. പക്ഷെ സത്വഗുണം തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ ഭഗവാൻ വേണം. രജോ ഗുണത്തിലൂടെ ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നു, തമോ ഗുണത്തിലൂടെ മഹാദേവൻ എല്ലാം നിർത്തുന്നു, സംഹാരം ചെയ്യുന്നു. പക്ഷെ സത്വഗുണം ഭഗവാൻ വിഷ്ണു സ്വയം, ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഷ്ണു രൂപത്തിലൂടെ ഭഗവാൻ സ്വയമാണ് ഈ പ്രപഞ്ചത്തെ സത്വഗുണത്തിൽ നിലനിർത്തുന്നത്. അന്നേരം നമുക്ക് ഏതൊരു കാര്യം തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ സത്വഗുണം വേണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ, പെർസീവറൻസ്, ക്ഷമ, ഉറച്ച തീരുമാനം, സഹനശക്തി, ഇതെല്ലാം സത്വഗുണത്തിന്റെ സ്വഭാവമാണ്. നല്ല സത്വഗുണം ഉള്ളവർക്കേ നല്ല ക്ഷമയുള്ളൂ. നല്ല സത്വഗുണമുള്ള വ്യക്തികൾക്കേ നല്ല ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റൂ. ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കും. എത്ര കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല, ഉറച്ചു നിൽക്കും. അന്നേരം നമുക്ക് വേണ്ടുന്നത് സത്വഗുണമാണ്. ഏതൊരു കാര്യം തുടങ്ങാനും അധികം ബുദ്ധിമുട്ടില്ല, ഒരു ഉത്സാഹം വേണം. അതാണ് രജോ ഗുണം. ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ രജോ ഗുണം വേണം. പക്ഷെ നടത്തിയതിന് ശേഷം അത് തുടർച്ചയായിട്ട് അത് കൊണ്ട് നടക്കണമെങ്കിൽ സത്വഗുണം എളുപ്പമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആ സത്വഗുണം നമ്മുടെ ഉള്ളിൽ വേണമെങ്കിൽ സത്കാര്യങ്ങൾ ചെയ്യണം, അനശ്വരമായിട്ടുള്ള കാര്യം. സത്തെന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, അസത്തെന്ന് പറഞ്ഞാൽ നാശമുള്ളത്. അന്നേരം സത്കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സദ്ഗുണങ്ങൾ, സത് ശക്തി നമ്മുടെ ഉള്ളിൽ ഇത് മൂന്നും ശക്തികളാണ്. സാത്വിക ശക്തി, രാജസിക ശക്തി, താമസിക ശക്തി. ഇത് ഭഗവാന്റെ ശക്തിയാണ്. ദേവിയേശ ഗുണമയി മമമായ മമമായ ദുരത്യ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അന്നേരം ഭഗവാന്റെ ശക്തിയാണ് ഇതൊക്കെ. അന്നേരം ഈ മൂന്ന് ശക്തിയിൽ ഏതെങ്കിലും ഒരു ശക്തിയെ നമ്മൾ ആശ്രയിച്ചേ പറ്റൂ. ഈ മൂന്ന് ശക്തിയും മായാശക്തിയാണ്, മഹാമായയാണ്. അന്നേരം യോഗമായ എന്ന് പറയുന്ന വിശുദ്ധ ശക്തിയാണ്. ആ വിശുദ്ധ ശക്തിയുടെ പ്രതിബിംബമാണ് മഹാമായ. ആ മഹാമായയാണ് മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിലനിർത്തുന്നത്, ഈ ഭൗതിക ജീവിതം. സാത്വിക ശക്തിയിലൂടെ, രാജസിക ശക്തിയിലൂടെ, താമസിക ശക്തിയിലൂടെ. എന്നിട്ട് ആത്മാവ് ഇത് ഈ മൂന്നിൽ നിന്നും ഏതെങ്കിലും ഒരു ശക്തിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതും ഈ മൂന്ന് ഗുണങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ, ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ രജോ ഗുണം വേണം. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തമോ ഗുണം വേണം. എന്നിട്ട് ഏതെങ്കിലും കാര്യം തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ സത്വഗുണം വേണം. അന്നേരം ഈ മൂന്ന് ഗുണങ്ങളിലൂടെയാണ് ഈ മനസ്സ് ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിൽക്കുന്നു. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഒരു ഗുണത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ മൂന്ന് ഗുണത്തിന്റെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ. ഉള്ളിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമുണ്ട്. സത്വഗുണത്തിനകത്തുള്ള രജോ ഗുണത്തിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമുണ്ട്. അങ്ങനെ പല പല കോമ്പിനേഷനുകളുണ്ട്. അന്നേരം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഗുണങ്ങളുടെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. അതിന് ഉദാഹരണം ആചാര്യന്മാർ നൽകുന്നത്,
എങ്ങനെയാണോ ഈ പണ്ടൊക്കെ നമ്മൾ ഈ പാവക്കളികളൊക്കെ കാണാറില്ലേ, ഒരു കയറ് കെട്ടി ഒരു വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ആ വള്ളി ഉപയോഗിച്ചിട്ട് പാവകളെയൊക്കെ നിയന്ത്രിക്കത്തില്ലേ എന്നിട്ട് ആ കളിപ്പിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കർട്ടൻ ഇട്ടിട്ട് കർട്ടന്റെ പുറവിലൂടെ ആയിരിക്കും എന്താ പറയുന്ന കളിപ്പിക്കുന്ന വ്യക്തി ആ പാവകളെ കളിപ്പിക്കുന്നത്. എന്നിട്ട് ആ പാവകൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് ആ പാവകൾ സ്വമേധയാ എല്ലാ കാര്യങ്ങളും, എന്നിട്ട് പാവകൾക്ക് ജീവനുള്ളതായിട്ട് തോന്നും. പക്ഷെ ആ കർട്ടന്റെ പുറവിൽ ഒരു വ്യക്തി അവരുടെ കൈകൾ ഉപയോഗിച്ച് ആ പാവകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ ശരീരവും മനസ്സും മായാദേവിയുടെ ആ ത്രിഗുണങ്ങളാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ വേറൊരു ഉദാഹരണം, ഇപ്പൊ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ, ഒരുപാട് ആനിമേറ്റഡ് മൂവീസ് ഒക്കെ വരാറുണ്ട്. ആനിമേഷൻ, ഈ കുട്ടികൾ കാണുന്ന കാർട്ടൂൺ, അതൊക്കെ യഥാർത്ഥത്തിൽ അതൊരു ജീവനില്ലാത്ത ഒരു കലാകാരന്റെ സൃഷ്ടിയാണ്. പക്ഷെ ആ ക്യാരക്ടേഴ്സിന് ജീവൻ വെക്കുന്ന എപ്പോഴാണ്? പ്രോഗ്രാമിങ്ങിലൂടെ, ഒരു കോഡിങ്ങിലൂടെ. അന്നേരം നല്ല ആനിമേഷൻ അറിയാവുന്ന വ്യക്തികൾ ഓരോ ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുന്നു, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അതിനെ ചലിപ്പിക്കുന്നു, ചുണ്ടനക്കി അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാള് സൗണ്ട് റെക്കോർഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള ശബ്ദം കൊടുക്കുന്നു. എന്നിട്ട് കുട്ടികൾ അത് കാണുന്നു. കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? ഓക്കെ, ഒരു ടോം എന്ന് പറയുന്ന പൂച്ച, ജെറി എന്ന് പറയുന്ന എലി, അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ്, കാർട്ടൂണിലെ ഓരോരോ ക്യാരക്ടേഴ്സ്, അതൊക്കെ കണ്ടിട്ട് അവർ വിചാരിക്കുന്നു ഇതിന് ജീവനുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ ഈ ശരീരവും മനസ്സും ത്രിഗുണങ്ങളുടെ അധീനതയിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് മായാശക്തിയാണ്. അന്നേരം ഭഗവാന്റെ ഭൗതിക ലോകം ഭഗവാന്റെ മഹാമായ പ്രവർത്തിപ്പിക്കുന്നു, ഭഗവാന്റെ തന്നെ ശക്തിയായ. ഉദാഹരണത്തിന്, ഒരു ഭാര്യ എങ്ങനെയാണോ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നത്, അല്ലെ വീട്ടിലെ കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളൊക്കെ നോക്കുന്നത്, അതേപോലെ ഒരു വീട്ടമ്മ എങ്ങനെയാണോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതേപോലെ ഭഗവാന്റെ 2 വീടുണ്ട്. ഒന്ന് ഭൗതിക വീടും ആധ്യാത്മിക വീടും. ഭൗതിക വീടെന്ന് പറയുന്നത് ഭഗവാന്റെ ഔട്ട് ഹൗസാണ്. അന്നേരം ഔട്ട് ഹൗസിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത്. എന്നിട്ട് ഭഗവാന്റെ പ്രൈവറ്റ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഹോം എന്ന് പറയുന്നത് വൈകുണ്ഠ ലോകങ്ങളാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെയാണ് കൈലാസം ഇരിക്കുന്നത്, മഹാദേവൻ ഇരിക്കുന്നത്. അന്നേരം ഔട്ട് ഹൗസിലേക്ക് എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇന്നർ ചേംബേഴ്സിലേക്ക് പോകാനുള്ള യോഗ്യതയില്ല. നമ്മൾ മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ഗുണത്തിൽ പെടും? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമോ സ്വാമി? നമ്മൾ സത്വഗുണത്തിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകണം. സത്വഗുണത്തിൽ മരിച്ച സ്വർഗലോകങ്ങളിലേക്ക് പോവാം. പോരെ? അവിടെയല്ലേ പോണ്ടേ? വിശുദ്ധ സത്വത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഗോലോകം, വിശുദ്ധ സത്വം, അതാണ് വേണ്ടത്. ഈസി അല്ല, പക്ഷെ ഈസിയുമാണ്. അതാണ് പ്രഭുപാദജി പറയുന്നത്. ഭക്തി പ്രക്രിയ സിമ്പിളാണോ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മാത്തമാറ്റിക്സ് ഇല്ലേ, കണക്ക് വളരെ സിമ്പിളാണ്. അതിന്റെ ആ സിസ്റ്റമും ലോജിക്കും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷെ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മതി, തീർന്നു, എല്ലാം തീർന്നു, എല്ലാം ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ ചെയ്ത എല്ലാം വെറുതെയാകും, കറക്റ്റ് ആൻസറിലേക്ക് എത്തത്തില്ല നമ്മൾ. അതേപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഒരു ചെറിയ സ്റ്റെപ്പ് മതി, തെറ്റാൻ തീർന്നു, എല്ലാം തീർന്നു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കും. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ശ്രദ്ധിക്കുകയും വേണം. അതാണ് ഭക്തി പ്രക്രിയ എന്ന് പറഞ്ഞത്. ഓക്കെ, അന്നേരം ഇവിടെ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. അന്നേരം നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധ സത്വത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഉദാഹരണം ഓർമ്മയില്ലേ? ഒരു മീൻ കച്ചവടമൊക്കെ നിർത്തിയാലും ആ മീനിന്റെ ഗന്ധമില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അതേപോലെ ദുർഗന്ധങ്ങൾ ശീലിച്ച വ്യക്തികൾക്ക് ദുർഗന്ധമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതേപോലെ സുഗന്ധം ആസ്വദിക്കുന്ന വ്യക്തികൾക്ക് ദുർഗന്ധത്തെ സഹിക്കാനും പറ്റത്തില്ല. അതേപോലെ നമ്മൾ
സുഗന്ധമാണ് ആസ്വദിക്കേണ്ടത്. ആ സുഗന്ധത്തെ ആസ്വദിച്ച് ശീലിക്കണം. എങ്ങനെയാണോ ഈ മീൻ കച്ചവടക്കാരന് തുടക്കത്തിൽ മീനിന്റെ ആ ഒരു ഗന്ധം സഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ശീലിച്ചു. അതേപോലെ തുടക്കത്തിൽ ആധ്യാത്മിക കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇന്നലെയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആധ്യാത്മിക കാര്യങ്ങൾ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ കയ്പ് പോലെ തോന്നും. നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മൾ എത്രയും നാമജപം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ജപിക്കുമ്പോൾ ഉറങ്ങത്തില്ലായിരുന്നു, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലായിരുന്നു. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ലല്ലോ. തൊട്ടടുത്ത് ആരും ഇതായാലും നമ്മൾ അറിയത്തുപോലും ഇല്ല, കാരണം നമ്മൾ ആ ഭക്ഷണത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നാമജപത്തിൽ അത്രയ്ക്ക് ആസ്വാദനം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും? മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നാമജപത്തിൽ ആസ്വാദനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് നാമരുചി. ആ സുഗന്ധത്തെ നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് മീൻ കച്ചവടമൊക്കെ ചെയ്ത് മീനിന്റെ ദുർഗന്ധം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എത്ര ഭക്തരാണെന്ന് പറഞ്ഞാലും ദുർഗന്ധം ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഇന്ദ്രിയ ആസ്വാദനം അതിൽ നിന്ന് പുറത്തു വരുന്നില്ല. താഴ്ന്ന തറ ആസ്വാദനത്തിൽ നമ്മൾ പുറത്തു വരുന്നില്ല. എപ്പോഴാണോ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ ദുർഗന്ധത്തിൽ നിന്ന് പുറത്തു വരണം. കാരണം ഉള്ളിൽ മുഴുവൻ ആ ആഗ്രഹങ്ങളാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ടിപ് ടോപ്പ് ഭക്തനായിട്ടൊക്കെ തിലകൊക്കെ ഇട്ട് നല്ല സുന്ദര നാമമൊക്കെ ജപിച്ചിങ്ങനെ ഇരിക്കും. പക്ഷെ ഉള്ളിൽ മുഴുവൻ ആ ദുർഗന്ധത്തെ ആസ്വദിക്കാനുള്ള ആ ഒരു അഭിവാഞ്ച ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. നമ്മളാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. യാത്രയിലൊക്കെ പോകുമ്പോൾ ഹരിപോൽ ഭക്തിയിലൊക്കെ തുള്ളിച്ചാടുമ്പോൾ നാമൊക്കെ ജപിച്ചു കൃഷ്ണനല്ല എനിക്ക് ആരും വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നല്ലപോലെ നമുക്കറിയാം നമ്മളാരും, ഭഗവാനും അറിയാം. അതാണ് ഏറ്റവും വലിയ കോമഡി. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിപ്പ് ആദ്യം നന്നാക്കാൻ നോക്കുക. ആ ദുർഗന്ധത്തിനോടുള്ള താല്പര്യമൊക്കെ പോണം. എന്നിട്ട് യഥാർത്ഥ ഗന്ധം, ഭഗവാന്റെ തൃപ്പാദത്തിലെ ആ ഗന്ധം ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം. ഒരിക്കൽ ആ സ്വാദ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വൃത്തികെട്ട സ്വാദിനോടൊന്നും തീരെ താല്പര്യം കാണത്തില്ല. തിരിഞ്ഞു പോലും നോക്കാൻ നമുക്ക് താല്പര്യം കാണത്തില്ല. സ്വപ്നത്തിൽ പോലും ദുർഗന്ധത്തെക്കുറിച്ച് ആഗ്രഹിക്കത്തില്ല എന്നുള്ളതാണ്. അവിടെയാണ് എങ്ങനെ നമുക്ക് ആ സ്വാദ് ലഭിക്കാം? യഥാർത്ഥ ആസ്വാദനം കാണുന്ന വ്യക്തികൾ പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ആസ്വാദനം കിട്ടും. ഓക്കെ. അന്നേരം ഭഗവത് ഭക്തിയിൽ നല്ല ആസ്വാദനം കണ്ടെത്തിയ വ്യക്തികൾ, അവർക്ക് ആസ്വാദനം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തുടർച്ചയായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കള്ളുകുടിയനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ കള്ള് കുടിച്ച് കുടുംബം മുഴുവൻ നശിപ്പിക്കും. വീട് മുഴുവൻ വിറ്റ് കടം മേടിച്ചും കള്ളുകുടി തുടരുകയാണെന്നുള്ളതാണ്. വീട്ടിലുള്ളവരെല്ലാം കരഞ്ഞ് ഒരു പരിപാടി, എന്നിട്ടും കള്ളുകുടി നിർത്തുന്നില്ലെന്നുള്ളത്. ഇത് അത്രയ്ക്ക് ആസ്വാദനമായി പോയി. അന്നേരം അതേപോലെ കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭക്തിയിൽ വരണോ എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അത്രയ്ക്ക് കള്ളുകുടിയനെ നിന്ന് പഠിക്കുക. ഒരു കള്ളുകുടിയൻ എങ്ങനെയാണോ കള്ളുമായിട്ട് ഉറച്ച് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, അതേപോലെ നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഏത് സാഹചര്യത്തിലും ഭഗവാന്റെ തിരുനാമം ജപിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയം ഉറയ്ക്കണം. അത്രയ്ക്ക് അന്നേരം ആസ്വാദനം ഉണ്ടെന്നെങ്ങനെ മനസ്സിലാക്കാം? ഒരു വ്യക്തിക്ക് ആ വ്യക്തി തുടർച്ചയായിട്ട് ഏത് സാഹചര്യത്തിലും ഭഗവത് ഭക്തിയിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ എങ്ങനെ? നിത്യവും ഭഗവാന്റെ തിരുനാമ ജപം കറക്റ്റ് സമയത്ത് ജപിക്കുന്നു. ഭഗവാന്റെ സേവനത്തിൽ സന്തോഷത്തോടുകൂടി, അല്ലാതെ മോഹമൊക്കെ ചീമുഞ്ഞിയൊക്കെ കാണിച്ചിട്ട് അയ്യോ ഇനിയിപ്പം ജപിക്കണം, എന്ത് ചെയ്യാനാണ്,
ആ സ്വാമി നമ്മളെയൊക്കെ പെടുത്തി എന്നുള്ളതാണ്. വെറുതെ പുറം ലോകത്ത് എന്തൊക്കെ ആസ്വാദനം ഉണ്ടായിരുന്നു. മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് സുഖിച്ച് രസിച്ച് ജീവിക്കേണ്ട ഞാനിപ്പോൾ ജപിച്ച് എന്തു ഭയങ്കര ദുസ്സഹം തന്നെ. ഇതൊക്കെയായിരിക്കും ഉള്ളിൽ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, തുടക്കത്തിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജപിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ മെല്ലെ മെല്ലെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. പുറത്ത് മെല്ലെ മെല്ലെ. ഇപ്പോൾ ഉദാഹരണത്തിന് തുടക്കത്തിൽ ഡോക്ടർ നമുക്ക് രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി മരുന്നൊക്കെ തരും, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കറക്റ്റ് സമയത്ത് ആ കറക്റ്റ് ഗുളികയും അതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല കയ്പായിരിക്കും. അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ വല്ലാത്തൊരു വിമിഷ്ടമൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ അതെന്ത് ചെയ്യണം, കഴിച്ച് പിന്നെ എന്താവും, നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവും. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും, പറഞ്ഞൊക്കെ കറക്റ്റാണ്. അതേപോലെ എന്നാലും ജപിക്കാൻ ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. ഏതൊരു നല്ല കാര്യം ഓർക്കുക, തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ നല്ല വ്യക്തികളല്ല, അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് വൃത്തികെട്ട ആൾക്കാരാണ്. കാരണം നമ്മളെല്ലാം കലിയുഗ പ്രൊഡക്ട്സ് ആണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് ഇത്. അതുകൊണ്ട് നമ്മൾ കലിയുഗത്തിലെ ആൾക്കാരായതുകൊണ്ട് മൊത്തത്തിൽ ഈ ഫാക്ടറിയെ പ്രശ്നമാണ്. ഫാക്ടറിയിൽ വരുന്ന എല്ലാ ഔട്ട്പുട്ടും തെറ്റായിരിക്കും. അതുകൊണ്ട് നമ്മളെ പോലെ വൃത്തികെട്ട ആൾക്കാരില്ല. കലിയുഗത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നല്ലത് ചിന്തിക്കുക, സത്ചിന്തകൾ, സത്കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൂ മച്ച് ആയിരിക്കും. ടൂ മച്ച്, ഇത് ഞാൻ ഒരുപാട് നന്നായി പോയി എന്ന് നമുക്ക് തോന്നും. ചിലവരങ്ങനെയുണ്ട്. നമ്മുടെ ആശ്രമത്തിൽ തുടക്കത്തിൽ ഒരു ഭക്തനുണ്ടായിരുന്നു. ആള് എന്തു പറഞ്ഞേ, കുറച്ച് നാളൊക്കെ നിന്നതിന് ശേഷം ആള് പിന്നെ ഒറ്റ മുങ്ങലായിരുന്നു. എന്ത് വിളിച്ചൊക്കെ പറഞ്ഞു, അല്ല ഞാൻ ഒരുപാട് നന്നായി പോയി തോന്നി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഉദാഹരണം പറഞ്ഞു, ഈ ഇപ്പൊ ട്രോളില് വളരെ എല്ലാരും ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ ക്ഷമിക്കണം ഞാൻ ഉദാഹരണം പറയുന്നു. എന്തോ ചന്ദനമഴ സീരിയലിലെ ഒരു ട്രോള്. ഈ ഇടയ്ക്ക് ഒരു ഭക്തനോട് ഞാൻ പറയുമായിരുന്നു, ഒരു പാമ്പിനെ കാണുമ്പോ അതിലെ നടി തൊഴുതിട്ട് പറയും, നാഗരാജാവേ എന്റെ ഭർത്താവിനെ കൊല്ലരുത്. അന്നേരം ഇത് കണ്ടിട്ട് എല്ലാരും ചിരിച്ച് ഒരു പരുവം. ഒരു പാമ്പ് പത്തിയും വിടർത്തി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് ആ പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഭർത്താവ് ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കുകയാണ്. അല്ല, പൊതുവെ ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത്, പാമ്പെന്ന് പറയുമ്പോഴേ നമ്മൾ ഓടും. അന്നേരം ഒരു പാമ്പ് അവിടെ നിൽക്കുന്നു ഇങ്ങനെ പത്തി വിടർത്തി. അന്നേരം ഈ ഭർത്താവ് നീ അതിനെ അടിച്ചോടിക്കുക അല്ലെ എന്തെങ്കിലും ചെയ്യുക. അതിന്റെ ഇടയിൽ നായിക വന്നിട്ട്, നാഗരാജാവ് എന്റെ ഭർത്താവിനെ കൊല്ലുന്നത് എന്നിട്ട് പറഞ്ഞു ആ പാമ്പിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകി. അന്നേരം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ടൂ മച്ച്, കലിയുഗത്തിൽ എസ്പെഷ്യലി ഇത്. അന്നേരം ഇത്രയും വിനയം, ഇത്രയും വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. കാരണം അതിൽ ഒരു ഒറിജിനാലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ട്രോള്. ഒരു 60കളിലാണെങ്കിൽ, പണ്ടത്തെ നമ്മുടെ പ്രേം നസീർ സാറിന്റെ സിനിമയിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പൊതുവെ ഇന്നത്തെ കാലത്ത് സത്വഗുണത്തിന്റെ അഭാവം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിനിമകളിലും എല്ലാരും പൊതുവെ, സാധാരണ പണ്ട് ഏറ്റവും വില്ലനായിട്ട് ഇരുന്ന ആൾക്കാരാണ് ഇന്ന് നായകനായിട്ട്. അതായത്
വില്ലന്മാര് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സിനിമകളിലെ നായകന്മാർ ചെയ്യുന്നത്. കാരണം എന്താ, പണ്ടത്തെ നായകന്മാർക്ക് തീരെ ഡിമാൻഡ് ഇല്ല ഇപ്പോൾ. പണ്ട് നായകനായിട്ട് അഭിനയിക്കുമ്പോൾ സാത്വിക ഗുണങ്ങൾ, സാത്വിക ചിന്തകൾ, അതൊക്കെ ഇന്നത്തെ നായകനിൽ വന്നു കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിട്ട് തോന്നും ഇന്നത്തെ ആൾക്കാർക്ക് സിനിമയിൽ. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രജോ ഗുണവും തമോ ഗുണവും ഒരുപാട് കൂടുതലാണ്. അന്നേരം രജോ ഗുണവും തമോ ഗുണവും കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ആസുരിക പ്രവർത്തികളിലായിരിക്കും ഹീറോയിസം കാണുന്നത്. അസുരന്മാർക്ക് എപ്പോഴും ഹീറോ ആരായിരിക്കും? രാവണനും ദുര്യോധനും ഒക്കെ ആയിരിക്കും. സുരന്മാർക്ക് ഹീറോ എപ്പോഴും ദേവന്മാരായിരിക്കും, ദൈവിക ഗുണങ്ങളുള്ള വ്യക്തികളായിരിക്കും. അത്രേ ഉള്ളൂ, ഗുണങ്ങളുടെ വ്യത്യാസമാണ്. അന്നേരം നമ്മൾ ഈ ഒരു കലിയുഗത്തിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റും രജോ ഗുണവും തമോ ഗുണം നിറഞ്ഞു നിൽക്കിയിരിക്കുകയാണ്. യൂട്യൂബിൽ ഓരോ വീഡിയോസിലൂടെയും വാട്സപ്പ് മെസ്സേജസിലൂടെയും നമ്മൾ കാണുന്ന ഓരോ പ്രോഗ്രാംസിലൂടെയും ചുറ്റുമുള്ള ഒരു പരസ്യം കണ്ടാൽ മതി, അതിലൂടെയൊക്കെ എല്ലാം ഇത് തന്നെയാണ്. ഇനി മറ്റു വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലും നമ്മളൊരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ആ വ്യക്തി ഒന്നും മിണ്ടുന്നില്ല, നമ്മളൊന്നും മിണ്ടുന്നില്ല, പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ ചിന്തകൾ, ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കും ചിന്തകൾ. അത് ഗുണങ്ങളാണ്. ഇനി ആ വ്യക്തിയുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഗുണങ്ങൾ ട്രാൻസ്ഫർ ആവും, രജോ ഗുണം തമോ ഗുണം ഒക്കെ ട്രാൻസ്ഫർ ആവും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ രജോ ഗുണം തമോ ഗുണം ഇങ്ങനെ നിറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് എന്നും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിലെ മുറിയില്ലേ, മുറി ഒരു ദിവസം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, തുടർച്ചയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അന്നേരം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും മാലിന്യങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പരിശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നല്ലതല്ല. നമ്മുടെ സാത്വിക ചിന്ത, സാത്വിക ഗുണം നമ്മുടെ ഉള്ളിൽ കുറവാണെങ്കിൽ നാമം ജപിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നാമജപത്തിലൂടെ സത്വഗുണം വർദ്ധിക്കും, പക്ഷെ അതേ സമയത്ത് നാമം ജപിക്കണമെങ്കിലും സത്വഗുണം വേണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ആ സത്വഗുണം ഉള്ളപ്പോഴേ സാത്വിക കാര്യത്തിൽ ആസ്വാദനം കാണാൻ പറ്റും. സത്വഗുണം ഇല്ലെങ്കിൽ സാത്വിക കാര്യത്തിൽ ആസ്വാദനം തോന്നത്തില്ല. അപ്പോൾ ആത്മാവിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആസ്വാദനമില്ലാതെ ആത്മാവിന് ഇരിക്കാൻ കഴിയില്ല. ആനന്ദമയോ അഭ്യാസാത് എന്ന് വേദാന്ത സൂത്രത്തിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആത്മാവിന്റെ പ്രവണത എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൽ ഇരിക്കുക എന്നതാണ്. എല്ലാ ആത്മാക്കളുടെയും പ്രവണതയാണ് ആനന്ദം അന്വേഷിക്കുക എന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നു, ഏറ്റവും ചെറിയ ഒരു പ്രാണി മുതൽ, ഒരു മൈക്രോ ഓർഗാനിസം മുതൽ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ വരെ എല്ലാവരും, ഇതിൻ്റെ ഇടയിലുള്ള എല്ലാവരും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷെ ആനന്ദത്തിന്റെ വിഷയം വേറെ വേറെയാണ്. ഒരു ചെറിയൊരു മൈക്രോ ഓർഗാനിസവും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉറുമ്പും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ആനയും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും, ജീവജാലങ്ങളെല്ലാവരും, പക്ഷി മൃഗാദികളെല്ലാവരും, സർവചരാചരങ്ങൾ എല്ലാവരും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ഇതിനെല്ലാം സൃഷ്ടിച്ച ബ്രഹ്മദേവനും ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭക്തരും ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആനന്ദത്തിന്റെ വിഷയം വേറെ വേറെയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആനന്ദത്തിന്റെ വിഷയത്തെ മെല്ലെ സ്വിച്ച് ചെയ്യണം. ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഭക്തിയിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ജപിച്ച് ഭഗവാന്റെ തിരുനാമം ജപിച്ച്, ഭഗവാനെക്കുറിച്ച് കേട്ട്, ഭഗവാനെക്കുറിച്ച് പഠിച്ച്, നമ്മുടെ ഉള്ളിൽ സത്വഗുണം നിറയ്ക്കുമ്പോൾ സാത്വിക കാര്യങ്ങളിൽ താല്പര്യം തോന്നും, സച്ചിന്തകൾ വരും, ഭഗവാന്റെ കാര്യത്തിൽ പെട്ടെന്ന് താല്പര്യം വരും. അങ്ങനെ സത്വഗുണത്തിൽ നിന്ന് ക്രമേണ നമ്മൾ ഭക്തിയിൽ ഉയർന്ന് വിശുദ്ധ സത്വത്തിലേക്ക് ഉയരണം. വിശുദ്ധ സത്വത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ വി ആർ സേഫ്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴും വീണ്ടും സത്വഗുണം നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും, രജോ ഗുണം തമോ ഗുണം ഒക്കെ വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിനെക്കാട്ടി നല്ലതാണ്, പക്ഷെ നമുക്ക് വിശുദ്ധ സത്വത്തിലേക്കാണ് പോകേണ്ടത്.
സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്, ആ സുഖത്തിലൂടെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതിനാണല്ലോ നമ്മൾ കൂടുതൽ പേര് ജപിക്കുന്നത്. പക്ഷെ ഭക്തിയുടെ പരമോന്നത അവസ്ഥയിൽ സുഖത്തിന് വേണ്ടിയും സമാധാനത്തിനും വേണ്ടിയും അല്ല സേവനം ചെയ്യുന്നതും നാമം ജപിക്കുന്നതും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും ഭക്തി തുടരാൻ പറ്റൂ. സുഖത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം ഭക്തി പരിശീലിക്കുമ്പോൾ എന്ത് പറ്റും? ഒരു പ്രക്ഷുബ്ധാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭക്തിക്ക് തടസ്സം വരും. കാരണം എന്താ? നമ്മളിപ്പോഴും സത്വഗുണത്തിലാണ് നമ്മൾ ഭക്തി പരിശീലിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ തന്നെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. അന്നേരം ആ അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്, മനോഭാവം എന്താണ് എന്നാണ് ഭഗവാൻ നോക്കുന്നത്. അതിനനുസരിച്ചാണ് ഭഗവാൻ നമ്മളെ ഉയർത്തുന്നത്. അതുകൊണ്ട് നല്ല സാഹചര്യം വരുമ്പോൾ ഭക്തി പരിശീലിക്കുന്നതല്ല ഭഗവാൻ നോക്കുന്നത്. അത് തീർച്ചയായിട്ടും നോക്കും. കാരണം സുഖഭോഗങ്ങൾ, സുഖസൗകര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭക്തിയെ മറന്ന് ഭഗവാനെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ തീർന്നു. അത് ഭക്തി തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു അവസ്ഥയിലും ഭഗവാനെ സ്മരിക്കുന്നു. പക്ഷെ ഭഗവാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് പ്രക്ഷുബ്ധാവസ്ഥയിൽ, ഏറ്റവും പ്രശ്നങ്ങളുടെ നടുവിൽ ഭഗവാനെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ, ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സ് ചഞ്ചലപ്പെടാതെ ഉറച്ചു വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അത് വിശുദ്ധ സത്വത്തിന്റെ ലക്ഷണം. അന്നേരം ആ ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഭക്തിയിൽ വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാൻ കഴിയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ വിഷമിക്കാതെ അത് നമുക്കുള്ള ട്രെയിനിങ് ആണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്നും കൂടെ നമുക്ക് മനസ്സിലാവണ്ടേ. അല്ലാതെ പരീക്ഷയില്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും എല്ലാം കേട്ടിട്ട് എല്ലാം മനസ്സിലായി. ഒരു ഭക്ത പറയുന്നു, ദുഃഖത്തിൽ പലരും വിളിക്കും, സന്തോഷം വരുമ്പോഴാണ് മറക്കുന്നതെന്ന് തോന്നുന്നു. വിളിക്കുന്നതിലല്ല മാതാജി, ദുഃഖം വരുമ്പോൾ ജപിക്കുന്നില്ല. ജപം ചില വ്യക്തികൾ, എനിക്ക് ഒരുപാട് ടെൻഷൻ, അതുകൊണ്ട് ഞാൻ ജപിക്കാൻ പറ്റുന്നില്ല. സേവനം, അതാണ് ഇവിടെ. ശരിയാ, സുഖം വരുമ്പോൾ ഭഗവാനെ കുറിച്ച് ഓർക്കാറില്ല, അത് വേറൊരു അവസ്ഥ. പക്ഷെ അത് ഭക്തി തുടങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷെ സുഖം വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്താലാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ സേവനവും നാമജപവും തുടരുന്നു. അത് അടുത്ത സ്റ്റേജാണ്. മാതാജി ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഭക്തർ എന്ന് പറയുമ്പോൾ സുഖാവസ്ഥയിലും ഭഗവാനെ മറക്കത്തില്ല. സുഖാവസ്ഥയിൽ ഭഗവാനെ ഓർക്കും, ജപിച്ചിരിക്കും, ജപവും സത്സംഗവും അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ദുഃഖാവസ്ഥയിൽ അവർ ചിലപ്പം ഭഗവാൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയാണ് പറയുന്നത്. സേവനം ബ്ലോക്ക് ആവുന്നു. പ്രതിസന്ധികൾ വരുമ്പോഴേ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ടെന്ന് തിരിച്ചറിയും. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാൻ ഉണ്ടായിരിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരുണ്ടോ ഇല്ലെങ്കിലും എന്ത്, ആരുണ്ടെങ്കിൽ എന്ത്, ആരില്ലെങ്കിൽ എന്ത്, ഹൗ ഡസ് ഇറ്റ് മാറ്റർ? അത് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല. ആരുണ്ടെങ്കിലും നമുക്ക് ഒരു ഹെൽപ്പില്ല, ആരില്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതാണ് നമുക്ക് ആദ്യം ബോധ്യപ്പെടേണ്ടത്. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഭഗവാന്റെ തിരുനാമ ജപത്തിൽ ഉറച്ചു നിൽക്കണം. സേവനം സുഖാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും ഇതിന്റെ മിശ്രിതാവസ്ഥ അതുണ്ട് കേട്ടോ. സുഖം ദുഃഖം അതിന്റെ മിശ്രിതം, സുഖം ദുഃഖം രണ്ടും കൂടെ ഉള്ള അവസ്ഥകളും ഉണ്ട്. ഏതവസ്ഥയിലും സേവനം തടസ്സപ്പെടാതെ മുന്നോട്ട് പോകണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം അനുകൂല്യേന കൃഷ്ണ അനുശീലനം.
ഒരിക്കലും തടസ്സപ്പെടാതെ തുടർച്ചയായിട്ട് നമ്മൾ ഭക്തി പരിശീലിക്കണം. അതാണ് യഥാർത്ഥ പരിശുദ്ധ ഭക്തി. അന്നേരം ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ അതാണ് ബ്രഹ്മദേവൻ പറയുന്നത്. ആരാണോ അങ്ങയുടെ തൃപ്പാദത്തെ, ആ ഗന്ധത്തെ വേദവചനങ്ങളിലൂടെ ആസ്വദിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്നും അങ്ങ് ഒരിക്കലും പോകാറില്ല. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ഭഗവാനെ കുറിച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്നും ഭഗവാൻ ഒരിക്കലും മറഞ്ഞു പോകത്തില്ല എന്നാണ്. ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഇല്ലേ? എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്, എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കണം. അദ്ദേഹമായിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ അദ്ദേഹം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്, ഭഗവാൻ പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഭഗവാനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയല്ലേ? അതേപോലെ അന്നേരം ഭഗവാനെ കുറിച്ച് മുടങ്ങാതെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന വ്യക്തി നിത്യം ഭാഗവത സേവ, എന്നും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ എന്നും ഉറച്ചു നിൽക്കും എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ഉറച്ചു നിൽക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഹൃദയത്തിലുള്ള അമംഗളങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം മാറും. അതാണ് നേരത്തെ നമ്മൾ പഠിച്ച എന്താണ്? ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താവും? 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, തദ്വായുധം ഭുവനമംഗളമംഗളായ, ത്രിഭുവനങ്ങളെയും മംഗളമാക്കുന്ന അങ്ങയുടെ സുന്ദരമായിട്ടുള്ള രൂപം ധ്യാനേ സ്മാനോ ദർശിതം താ ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേ അനുവിധേമ തൂഭ്യം യോ അനാദൃതോ നരകഭാഗ്വീരസത്പ്രസംഗ. യഥാർത്ഥ ശുഭമംഗളമായിട്ടുള്ള ആ രൂപത്തെ ധ്യാനിക്കും സജ്ജനങ്ങൾ. അത് ഭക്തരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് അങ്ങയുടെ സുന്ദര രൂപം. പക്ഷെ ആരാണോ നരകീയ യാതനകൾ അനുഭവിക്കാൻ കാംക്ഷിക്കുന്നത്, നമ്മൾ വിചാരിക്കുക ആരാണ് നരകീയ യാതനകൾ കാംക്ഷിക്കുന്നില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയല്ലേ? ഇപ്പൊ വളരെ സിമ്പിളാണ്. ഇപ്പോൾ സ്കൂളിലെ ടീച്ചർ പറയും കുട്ടികളെ എല്ലാവരും പഠിക്കൂ 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 എന്ന്. അന്നേരം കുട്ടികൾക്ക് താല്പര്യമില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക. അന്നേരം കുട്ടികൾ ടീച്ചർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്നത്, നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നൊന്നുമില്ലല്ലോ, പക്ഷെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാൽക്കൽ നമ്മളെ സമർപ്പിച്ച് ജപിക്കുക, സുഖത്തിനും ദുഃഖത്തിനും ഭഗവാനെ വിളിക്കുന്നു, സ്മരിക്കുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര എളുപ്പമല്ല, പറയാൻ വളരെ എളുപ്പമാണ്. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മളത് ചെയ്യുക. അന്നേരം ഭഗവാന്റെ സ്മരണ നമുക്കില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ പോലെയാണ്. അവരവരുടെ സ്വയം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ ലോകത്തിലുള്ള എല്ലാവരും ഭൗതിക ക്ലേശങ്ങളാൽ, ഭൗതികമായിട്ടുള്ള വ്യാകുലതകളിൽ പെട്ടിരിക്കുകയാണ്. താവദ്ഭയം ദ്രവിണദേഹസുരം നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ താവന്മാമേതി അസതപഗ്രഹാർത്തിമൂലം യാവന്നതേ അനുഗ്രഹീം അഭ്യം പ്രവർണിതാലോക. ഈ ലോകത്തിലുള്ള എല്ലാവരും വ്യാകുലതയിൽപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഭൗതികമായിട്ടുള്ള എന്താവും, എനിക്കിത് നടക്കോ ഇല്ലയോ, അത് നടക്കോ ഇല്ലയോ, ഇന്ന് അവിടെ പോകുമ്പോൾ ഇത് ശരിയാവോ, ഇങ്ങനെ ചിന്തകളിലാണ് എല്ലാവരും. അതുകൊണ്ട് എപ്പോഴും ഭയപ്പെട്ടിരിക്കുക. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങളല്ലേ? പക്ഷികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാക്ക, അണ്ണാൻ, എപ്പോഴും ഭയത്തിലാണ് അവർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർ കഴിക്കുമ്പോഴും ഒന്ന് നോക്കും, പിന്നെ ചുറ്റും നോക്കും, ഒന്ന് കഴിക്കും, വീണ്ടും ഇങ്ങനെ ചുറ്റും ആരെങ്കിലും നോക്കുന്നുണ്ട്, ആരെങ്കിലും വീണ്ടും കഴിക്കും. സമാധാനമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. അതേപോലെയാണ് ഇന്നത്തെ ആൾക്കാർ. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും ടെൻഷൻ 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 ടെൻഷൻ. എന്തുകൊണ്ട്? അവർക്ക് എപ്പോഴും അവരുടെ സമ്പത്ത് നിലനിർത്താനുള്ള ടെൻഷൻ, ശരീരം നിലനിർത്താനുള്ള, ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രോഗമുണ്ടോ,
എൻ്റെ ബന്ധുമിത്രാദികൾ സുഖമായിട്ടിരിക്കുന്നു, ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഭർത്താവിന് കുഴപ്പമില്ലല്ലോ, കുട്ടികൾക്ക് എല്ലാം ഓക്കെ അല്ലേ. എപ്പോഴും ടെൻഷനാണ്. കുട്ടി ഇതുവരെ വന്നില്ലല്ലോ, എന്താ ഇത്രയും ലേറ്റ് ആവുന്നേ, എന്താ ഇത്ര നേരമായിട്ട് വരാത്തത്, എന്താ വരാത്തത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, ഉള്ളിൽ എപ്പോഴും ശോകം, അവിഹിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, വിഹിതിക്കപ്പെടാത്തത്, അതായത് നമുക്കായിട്ട് അനുവദിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ആക്രാന്തം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അഹം മമേതി, ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തയാണ്. എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ശരീരം, ഞാൻ, എൻ്റെ തീരുമാനം, ഞാൻ എൻ്റേത്, ഇതിൽ തന്നെയാണ് എല്ലാ ചിന്തകളും ഇരിക്കുന്നത്. അതുകൊണ്ട് അതാണ് അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. എത്രത്തോളം കാലം അവർ ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുന്നില്ല, അത്രത്തോളം കാലം ഈ ടെൻഷനിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. എത്ര പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ നാരായണ. ഇതാരാ പറയുന്നത്? ബ്രഹ്മദേവനാ പറയുന്നത്. താവത് ഭയം ദ്രവിണ ദേഹ സുഹൃന്നിമിത്തം. താവത്, അവരെപ്പോഴും എന്താണ്? ഭയത്തിലാണ്. ഇതിനെക്കുറിച്ച് ദ്രവിണ, ദ്രവ്യങ്ങൾ, വസ്തുവകകൾ, ദേഹം, സുഹൃൻ നിമിത്തം, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട്, ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ. നാരായണ. അവരെപ്പോഴും ശോകത്തിലാണ്, ഭൗതിക സുഖഭോഗങ്ങളുടെ പുറകെ പരിഭവിച്ച് വിപുലശ്ചലോഭ, ആക്രാന്തത്തിലിരിക്കുകയാണ്. താവൻ മമേതി, അവരെത്രത്തോളം കാലം അങ്ങയുടെ അസത് അവഗ്രഹാർത്തി മൂലം, അസത് ആഗ്രഹങ്ങളിലെല്ലാം മഗ്നരായിട്ടിരിക്കുന്ന അവർ, യാവൻ നതേ അഗ്രീമ ഭയം, അങ്ങയുടെ തൃപ്പാദത്തെ പിടിക്കാതെ ആ ഭയം ഒരിക്കലും അവർക്ക് ലഭിക്കത്തില്ല. എപ്പോഴും ഭയത്തിലാണ്. ആദ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. വെട്ടിപ്പിടിച്ചതിന് ശേഷം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. എപ്പോഴും ടെൻഷനിലാണ്. എനിക്കിത് കിട്ടുമോ, എനിക്കിത് നേടിയെടുക്കണം, ഇത് വേണം, അത് വേണം, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നേടിയെടുത്താലോ, ആരെങ്കിലും കട്ടോണ്ട് പോവോ? പാവം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇതാണ്. സത്യം പറയാതെ ഈ ലോകത്തുള്ള എല്ലാവരും പാവങ്ങളാണ്. എല്ലാവരും, ഏത് ജാതിയിൽ, ഏത് മതത്തിലുള്ള പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും. അതുകൊണ്ടാണ് ഭഗവാന് നമ്മളോട് ഇത്രയും ഇഷ്ടം. കാരണം എല്ലാവരും അദ്ദേഹത്തിന്റെ മക്കളാണേ. അന്നേരം ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും വിഷമാവസ്ഥയിരിക്കുന്ന മക്കളോടായിരിക്കും. നമ്മളും അതേപോലെയാണ്. കൊച്ചുകുട്ടികൾ അവരുടെ കളിപ്പാട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വയ്ക്കും. ഇതാണ് എൻ്റെ കളിപ്പാട്ടം, ആരും കൊണ്ടുവരുന്നത്. അതേപോലെയാണ്. ഇത് കാണുമ്പോൾ ഭഗവാന് വലിയ വിഷമമാണ്. അതുകൊണ്ടാണ് കരുണാമൂർത്തി, കരുണാകരൻ, ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വീണ്ടും ഇറങ്ങി വരുന്നത്. ആ പരമ കരുണാവതാരമാണ് ചൈതന്യ മഹാപ്രഭു. ശ്രീമതി രാധാറാണിയുടെ ആ ഭാവത്തിൽ ആ ഗൗരാംഗൻ ഈ ലോകത്തിൽ വന്നു. എന്തിനു വേണ്ടി? നമ്മളിങ്ങനെ കലിയുഗത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർഷദനെ അയച്ചു. ശിഷ്യര് പല പാർഷദനെ അയച്ചു നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട്. മക്കളെ, ഇതിലൊന്നും പിടിച്ചിങ്ങനെ നിൽക്കാതെ ഇത് വിടൂ, ഇതിലൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥ ആസ്വാദനം അവിടെ ഉപരിലോകങ്ങളിലേക്കുണ്ട്. താൽക്കാലിക സുഖഭോഗങ്ങളുടെ പുറകെ പോകാതെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാതെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ എപ്പോഴും ആനന്ദമാണ്, അവിടെ നാശമില്ല, സുഖം മാത്രമേ ഉള്ളൂ, ടെൻഷനില്ല, നഷ്ടഭയമില്ല, കിട്ടാത്തതിനെ കുറിച്ചുള്ള ദുഃഖവും ഇല്ല. ഏറ്റവും സുഖകരമായിട്ടുള്ള ജീവിതമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നത്. ഹരേ കൃഷ്ണ. നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കൈകെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ വന്നിട്ട് എന്താ പറയുന്നത്? ചൈതന്യം കൈ ഉയർത്തുക, എല്ലാം വിട്ടേരെ. അതിൻ്റെ അർത്ഥം എല്ലാം ഉപേക്ഷിക്കുകയാണെന്നല്ല, ഉള്ളിൽ ഞാൻ എന്റേന്നുള്ള ആ ചിന്തകളെല്ലാം വിട്ടേരെ, കൈ ഉയർത്തുക. കൃഷ്ണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. കൈ ഉയർത്തി നാമം ജപിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ. ഭഗവാനെ എന്റേതായിട്ടുള്ള ഒന്നുമില്ല, എല്ലാം അവിടുത്തെയാണ്. എവറിത്തിങ് ബിലോങ്സ് ടു യു, നത്തിങ് ബിലോങ്സ് ടു മീ. ഇനി ചില നോർത്ത് ഇന്ത്യയിൽ ചില ആൾക്കാരുണ്ട് കേട്ടോ, വളരെ വിചിത്രമായിട്ട്. നമ്മുടെ സത്യം പറഞ്ഞ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മലയാളികളെ കൂടുതൽ ഇഷ്ടം. എന്താണെന്നറിയാം? പൊതുവെ
നമ്മുടെ ഗ്രൂപ്പിലുള്ള ചില ഭക്തരൊക്കെ പറയും, നോർത്ത് ഇന്ത്യ ആൾക്കാരെ നോക്കൂ, എത്ര ഭക്തരാണ്, അവരെത്ര ഭക്തിയിലാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തീരെ ഭക്തിയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നോർത്തിലുള്ളവർ എങ്ങനെയാണെന്നറിയോ, എല്ലാ ഫിലോസഫിയും പറയും, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കും, പക്ഷെ ഒന്നും വിടത്തില്ല. ഭയങ്കര സത്യം പറഞ്ഞാൽ ഭഗവാനെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യക്കാരാണ്. ഭഗവാനെ പറ്റിക്കുന്നതിന്റെ പേരിൽ അവർ സ്വയം പറ്റിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് ഓപ്പൺലി അങ്ങ് പറയും. പക്ഷെ അവര് ഭക്തിയിൽ വന്നാലോ കിടില ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതാണ് മലയാളികൾ. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർ എങ്ങനെയാന്ന് പറയാ, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കും, സ്വാമിമാരുടെ മുമ്പിൽ നമസ്കരിക്കും, ഭൗതിക ആഗ്രഹങ്ങൾ വിടത്തുമില്ല. അവർ എന്ത് കാര്യം ചെയ്താലും ഭൗതിക ആസ്വാദനത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഏറ്റവും നല്ല കീർത്തനം അല്ലേ ഏതാ? ഓം ജയ ജഗദീശ് ഹരേ, स्वामी जय जगदीश हरे, भक्त जनों के संकट, दास जनों के संकट, क्षण में दूर करे, ഓം ജയ ജഗദീശ ഹരി. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. പക്ഷെ ഇതിന്റെ അടുത്ത വരികൾ എന്താണ്? സുഖ സമ്പത്തി ഘർ ആവേ, സുഖവും സമ്പത്തിയും എന്റെ വീട്ടിൽ വരട്ടെ, ദുഃഖം എല്ലാം പോട്ടെ. ഇപ്പോ ഒരാള് ശത്രു ആണെങ്കിൽ അവരുടെ ശത്രുഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ശത്രുക്കളാണെന്ന്. പക്ഷെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതേപോലെയാണ് ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ പൊതുവെ. അവര് ചിരിച്ചുകൊണ്ട് കഴുത്തറത്തുകൊണ്ടേയിരിക്കും. സ്വാമിമാരുടെ കാൽക്കലൊക്കെ വീഴും, പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ്? മാക്സിമം ഊറ്റുക സ്വാമിമാരിൽ നിന്ന് അനുഗ്രഹം. എന്നിട്ട് മാക്സിമം കാശോ സമ്പത്ത്, അങ്ങനെയാണ് പുണ്യം കിട്ടുമല്ലോ. കോമഡികള്. അവരുടെ എല്ലാത്തിന്റെയും ലക്ഷ്യം ഭൗതിക ആസ്വാദനമായിരിക്കും. മനസ്സിലായില്ലേ? ഒരു നാട്ടിലുള്ളവരാണെങ്കിൽ എനിക്കിതിലൊന്നും വിശ്വാസമില്ല, കുറച്ച് ബെറ്ററാണ്. അവരവരുടെ കർമ്മം അനുസരിച്ച് എന്താ കിട്ടുന്നത് വെച്ചാൽ അതിൽ സുഖിച്ചിരിക്കും. ഓക്കെ കിട്ടുന്ന മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഭക്തിയിൽ വന്നാലോ നല്ല കിടിലം ഭക്തരുമായിരിക്കും. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ അങ്ങനെയാണ് പൊതുവെ നേച്ചർ. മനസ്സിലായില്ലേ? അന്നേരം എന്തുകൊണ്ട് ഞാൻ എപ്പോഴും എന്തു പറയുന്നേ, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭൗതിക ആസ്വാദനങ്ങളെ എങ്ങനെ പുലർത്തിക്കൊണ്ടു പോവുകയാണ് അവർ. അത് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? മാക്സിമം സുഖഭോഗങ്ങൾ ആസ്വദിക്കുക, എന്നിട്ട് മക്കളുടെ മക്കള് എല്ലാവരും സുഖിച്ചിരിക്കുക. ഇതാണ് അവരുടെ ഭക്തി. എന്നിട്ട് പിന്നെ അടുത്ത ജന്മത്തിൽ സ്വർഗത്തും പോവുക. എന്നിട്ട് അവിടെയും മക്കളും വരും, മക്കളുമായിട്ട് സുഖിച്ചിരിക്കുക. ഇതാണ് ജീവിത ലക്ഷ്യം. എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇപ്പോൾ നമ്മളുടെ ഇടയിലും തറകളും തൊട്ടികളും ഉണ്ടല്ലോ, അതേപോലെ അവരുടെ ഇടയിൽ തറ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്നാലും പുറമേ നോക്കുമ്പോൾ നല്ല ബെറ്റർ ആൾക്കാർ ഈശ്വരന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതൊക്കെ തോന്നും. പക്ഷെ എന്നാലും ഉള്ളില് ആസ്വാദനം ഒരുപാട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, നമ്മുടെ ഭക്തി അങ്ങനെ ആകരുത്. നമ്മൾ ഈ ഭൗതിക ആസ്വാദനത്തിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അന്നേരം ഇന്നത്തെ സത്സംഗം നമുക്ക് ഇവിടെ നിർത്താം. ഇന്ന് ഏകാദശി. മാക്സിമം ഭക്തരും ഏകാദശി വ്രതം എടുക്കുക, ധാന്യങ്ങൾ കഴിക്കാതിരിക്കുക, ഏറ്റവും ഫലമുലാദികളൊക്കെ കഴിക്കാം, പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഭഗവാന്റെ തിരുനാമം കൂടുതൽ ജപിക്കുക കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നാളത്തെ സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിലുള്ള എല്ലാവരും മംഗളാരതി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. മംഗളാരതി ഗ്രൂപ്പിൽ സൂം മീറ്റിങ്ങിലൂടെ ലൈവ് വരുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. മംഗളാരതിയോടുകൂടി ദിവസം ആരംഭിക്കുമ്പോൾ, ജപത്തിലൂടെ ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ നന്നായി മുന്നോട്ട് പോകും. ഹരേ കൃഷ്ണ.